മോനെ, നിന്റെ ആത്മാവിന് ഈ അമ്മയുടെ വക ആദരാഞ്ജലികൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എവിടെയാണ് എത്തിപ്പെടുന്നത്? സമൂഹം ഇന്ന് എവിടെയാണ് എത്തിപ്പെടുന്നത്? ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടാണോ മോളെ റീൽസ് എടുക്കല്? നിനക്കൊക്കെ എന്ത് പറ്റിയടി? എന്താണ് സംഭവിച്ചത്? ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എങ്ങനെ സാധിച്ചു? മുൻകൂട്ടി ക്യാമറ ഓണാക്കി വെച്ചാൽ നീ അത് കരുതിക്കൂട്ടി ചെയ്തതല്ലേ? ആ മോനോടുള്ള ഇത് കരുതിക്കൂട്ടി ചെയ്തതല്ലേ? അല്ലാണ്ട് ഒരിക്കലും അത് സംഭവിക്കൂല. സ്വാഭാവികമാണ്, പെൺകുട്ടികളെ തട്ടും അതൊക്കെ റെഡിയാണ്, അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല. പക്ഷെ ഇത് തട്ടിയതല്ല. അഥവാ ആ തട്ടിയാൽ തന്നെ നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കുമല്ലേ, ഒന്ന് പ്രതികരിക്കും. അതൊന്നുമല്ല ചെയ്തത്. ആ കുട്ടിയെ നീ ശരിക്കും അവൻ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ക്യാമറ വെക്കലായിപ്പോയി. പറയാൻ പറ്റുന്നില്ല മകളെ, വിഷമം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ആ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വേദന. മോനെ, മുത്തേ, നീ ഇല്ലാതെ ജീവിക്കാനാവൂല ആ അമ്മ അലമുറയിട്ട് കരയുമ്പോൾ സത്യത്തിൽ എനിക്കും എന്തോ ഒരു വിഷമം. ഞാനും 2 മക്കളുടെ അമ്മയാണ്. കുട്ടികൾ തെറ്റ് ചെയ്തിരിക്കാം, ശരിയാണ്. പക്ഷെ ഇത് തെറ്റ് ചെയ്യാതെയാണ് മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ആൺകുട്ടികൾക്ക് ഒരു നിയമവുമില്ല ഇന്ന് ഈ ലോകത്തോ സമൂഹത്തോ. ആൺകുട്ടികൾക്ക് അവരുടെ സത്യം വെളിപ്പെടുത്താനുള്ള ഒരു നിയമവും ഇവിടെയില്ല. എല്ലാ നിയമങ്ങളും പെൺകുട്ടികളുടെ ഭാഗത്താണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തും ചെയ്യാന്നുള്ള നിലപാടിലേക്ക് എത്തിപ്പെട്ടു. അതുപോരാ, അവരുടെ സത്യം വെളിപ്പെടുത്താൻ നിയമങ്ങൾ അവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് വിനീതമായി ഈ അമ്മ അപേക്ഷിക്കുകയാണ്.